റെയിൽവേയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസ് സർവീസിന് ഇനി മുതൽ കാസർഗോഡ് ജില്ലയിലെ പ്രധാന സ്റ്റേഷനുകളായ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ, കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ്. പ്രദേശത്തെ യാത്രക്കാരുടെ ദീർഘകാല ആവശ്യത്തിനുള്ള മറുപടിയായാണ് ഈ തീരുമാനം സതേൺ റെയിൽവേ കൈക്കൊണ്ടത്. ട്രെയിൻ സർവീസ് ആരംഭിച്ച ആദ്യ ദിവസങ്ങൾ മുതലേ തന്നെ ഈ മേഖലയിലെ യാത്രക്കാരും വിവിധ റെയിൽവേ പാസഞ്ചർ അസോസിയേഷനുകളും പയ്യന്നൂർ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായി മുന്നോട്ട് വച്ചിരുന്നു. യാത്രക്കാരുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യവും മേഖലയിലെ യാത്രാ സൗകര്യങ്ങളുടെ പ്രാധാന്യവും പരിഗണിച്ചാണ് റെയിൽവേ അധികൃതർ ഒടുവിൽ പുതിയ സ്റ്റോപ്പുകൾ അനുവദിക്കാൻ തീരുമാനിച്ചത്. 1632 നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസ് കണ്ണൂരിലെത്തുന്ന സമയം നിലവിലുള്ളതുപോലെ തന്നെയായിരിക്കും. അതിനുശേഷം ട്രെയിൻ പയ്യന്നൂരിൽ 1:19 എത്തുകയും നീലേശ്വരത്തിൽ 1:37 എത്തുകയും കാഞ്ഞങ്ങാട്ട് 1:49 എത്തുകയും ചെയ്യും. തുടർന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ 2:09 എത്തും. മംഗളൂരു ജംഗ്ഷനിലെത്തുന്ന സമയത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് സതേൺ റെയിൽവേ അറിയിച്ചു. പുതിയ സ്റ്റോപ്പുകൾ അനുവദിച്ച ഈ സമയക്രമം മെയ് 19 മുതൽ പ്രാബല്യത്തിൽ വരും. നിലവിൽ നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസ് ഓരോ ചൊവ്വാഴ്ചയും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ട്രെയിൻ രാവിലെ 11:40 നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയും പിന്നീട് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകൾ വഴി സഞ്ചരിച്ച് മംഗളൂരുവിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതേസമയം 1633 മംഗളൂരു ജംഗ്ഷൻ നാഗർകോവിൽ അമൃത് ഭാരത് എക്സ്പ്രസ് സർവീസിന്റെ പുറപ്പെടുന്ന സമയത്തിലും ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതുവരെ എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8-നാണ് മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടിരുന്നത്. എന്നാൽ മെയ് 20 മുതൽ രാവിലെ 7:45-നാണ് ട്രെയിൻ സർവീസ് ആരംഭിക്കുക. ഇക്കാര്യത്തിൽ പ്രതികരിച്ച കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, അമൃത് ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിച്ച ദിവസം മുതൽ തന്നെ ഈ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്കും നിരവധി തവണ കത്തുകൾ നൽകിയിരുന്നുവെന്ന് വ്യക്തമാക്കി. യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിരന്തരം റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ ഫോളോ അപ്പ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഈ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുകൾ അനുവദിക്കാൻ സാധിച്ചതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. MP ഓഫീസുമായി സഹകരിച്ച് പ്രവർത്തിച്ച നീലേശ്വരം, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ മേഖലകളിലെ റെയിൽവേ പാസഞ്ചർ അസോസിയേഷനുകൾക്കും റെയിൽവേ ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു. കൂടാതെ മണ്ഡലത്തിന്റെ മറ്റ് സ്റ്റേഷനുകളിൽ മുൻപ് നിർത്തലാക്കിയ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങളും വീണ്ടും റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ നടക്കുന്ന പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശക്തമായി ഉന്നയിക്കുമെന്നും കാസർഗോഡ് ജില്ല ഉൾപ്പെടെയുള്ള ഉത്തര കേരളത്തിലെ യാത്രാ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമങ്ങൾ തുടരുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയിച്ചു. പുതിയ സ്റ്റോപ്പുകൾ അനുവദിച്ചതോടെ കാസർഗോഡ് ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും യാത്രക്കാർക്ക് ദീർഘദൂര യാത്രകൾ കൂടുതൽ എളുപ്പമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.